കണ്ടക്ടർ DFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കണേ. MLA വരുമ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്നത്. അതിലൊന്നും കാര്യമില്ല. കണ്ടക്ടർ ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫിനെ കുറ്റം പറയില്ല. പക്ഷേ എന്നാലും അവൻ്റെ ഭാഗത്തുള്ള പാർട്ടി ബേസിലുള്ള അവന് പ്രഷർ കാണുമായിരിക്കും. അവൻ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ട്, ചെയ്ത് കാണും. ഇതിനിടയ്ക്ക് ഇത്രയും സമയം കിടക്കുകയില്ലേ, 2:10 വണ്ടി അവിടെ കൊണ്ടിട്ട്, അതും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലാണ്, സംസ്കൃത കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഇടുന്നത്. വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് 10 തൊട്ട് 2 മണി വരെ വണ്ടി അവിടെ ചുമ്മാ കിടക്കുകയില്ലേ. അപ്പോൾ MLA ഉണ്ട് അതിൻ്റെ അകത്ത്, അതിലെല്ലാ വാർത്തയിലും പറയുന്നുണ്ട് MLA ഉണ്ട്, ഈ കണ്ടക്ടറുണ്ട്, പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വിജിലൻസിൻ്റെ ആൾക്കാർ വരുന്നത്. റോഷ്നി എന്ന് പറയുന്ന ഈ വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ല ചേട്ടാ. നിങ്ങളൊരു പെണ്ണാണ്, ഞാൻ ഒരു ആണായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ല. അവർ പറയുന്നത് ശരിയായിരിക്കും. അത് അപ്പോൾ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ്. വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട് ചേട്ടാ, അത് പറയാത്തെന്താണ് അവർ പറയുന്നുണ്ട്. ആദ്യം ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ്. അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ്. ബസ് കിടക്കുന്നത് എങ്ങനെയാണ്? ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു, ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ്. എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിലാണ് വന്നിട്ട് പിന്നെ റോക്കി ബായി പോലെ. എങ്കിൽ യാത്രക്കാർ അക്ഷമരായിട്ട് ഇരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും, തലകൾ വെളിയിൽ കാണും. അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല. ജൂൺ 19-ാം തീയതിയാണ് ഈ ആരോപണം നടന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ജൂൺ 12 ഇല്ല. അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസെടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം. ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പോൾ ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു. അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. പുറത്ത് അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയേണ്ടവർ? എനിക്ക് വയ്യ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷ്നിയെ ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി, അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം? എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണത്? നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? ഓ, അപ്പോൾ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല ചേട്ടാ, എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അത് നോക്കണം ചേട്ടാ. നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങൾ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്.